ഭൂലോക വൈകുണ്ഠം എന്നറിയപ്പെടുന്ന ഗുരുവായൂർ തിരുസന്നിധിയിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ ദേവകിക്കും വസുദേവർക്കും ദർശനം നൽകിയ അതേ ചതുർബാഹു രൂപത്തിലാണ് നിലകൊള്ളുന്നത്. മഹായോഗികൾക്കോ എന്തിന് വേദമന്ത്രങ്ങളിലൂടെ പോലും അപ്രാപ്യനായ പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാൻ ശ്രീകൃഷ്ണനെ നേരിട്ട് സമീപിക്കുന്നതിന് അദ്ദേഹത്തിൽ മാത്രം മനസ്സുറപ്പിച്ച ഭൗതിക ആഗ്രഹങ്ങളുടെ മാലിന്യങ്ങൾ ഒരു തരി പോലും അവശേഷിക്കാത്ത ഭഗവാന്റെ പ്രിയ ഭക്തർക്ക് മാത്രമേ കഴിയൂ. എന്നാൽ കലിയുഗത്തിൽ ജീവിക്കുന്ന ഭഗവാനെ മനസ്സിലാക്കാത്തവരും ഭക്തിയില്ലാത്തവരുമായ എല്ലാവർക്കുമായി കാരുണ്യപൂർവം വൈദിക മന്ത്രങ്ങളിലൂടെയുള്ള ആരാധനയിലൂടെ ഭക്തരുടെ സേവനം സ്വീകരിച്ചുകൊണ്ട് ചതുർബാഹു രൂപത്തിൽ ഇവിടെ നിലകൊള്ളുന്നു. പാതാളാഞ്ജന ശിലയിൽ തീർത്ത വിഗ്രഹത്തിന് 4 അടി ഉയരമുണ്ട്. ആദിശങ്കരാചാര്യരാണ് ഗുരുവായൂരിലെ പൂജാവിധികൾ ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്. തൃശൂർ ജില്ലയിൽ ചാവക്കാട് താലൂക്കിലെ ഗുരുവായൂരിലാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ക്ഷേത്രത്തിന്റെ പഴക്കം സംബന്ധിച്ച രേഖകളൊന്നും ലഭ്യമല്ല. ഇവിടെയുള്ള ഭഗവാന്റെ വിഗ്രഹത്തിന് യുഗങ്ങളോളം പഴക്കമുണ്ട്. വിഗ്രഹത്തിന്റെ ചരിത്രം ഇങ്ങനെയാണ്. പത്മകൽപ്പത്തിന്റെ തുടക്കത്തിൽ ബ്രഹ്മദേവൻ സൃഷ്ടികർമ്മങ്ങളിൽ ഏർപ്പെട്ടിരുന്ന സമയത്ത് തനിക്കും തന്റെ സൃഷ്ടിക്കും കർമ്മബന്ധനങ്ങളിൽ നിന്നും മോചനം നേടുന്നതിനുള്ള അനുഗ്രഹം വേണമെന്ന് ഭഗവാനോട് പ്രാർത്ഥിക്കുകയുണ്ടായി. അപ്പോൾ ഭഗവാൻ തന്റേത് തന്നെയായ വിഗ്രഹം ബ്രഹ്മദേവന് നൽകി. പിന്നീട് വരാഹകൽപ്പത്തിൽ ഭക്തരായ സുതപസ് എന്ന രാജാവിന് ഈ വിഗ്രഹം ബ്രഹ്മദേവനിൽ നിന്നും ലഭിച്ചു. ഭഗവാനെ പോലെ ഒരു പുത്രനെ വേണമെന്ന ആഗ്രഹത്തോടെ തപസ് അനുഷ്ഠിച്ച സുതപസ്സിനും വൃഷ്ണിക്കും മുമ്പിൽ ഭഗവാൻ സ്വയം പ്രത്യക്ഷനാകുകയും ഭഗവാനെ പോലെ ഭഗവാൻ മാത്രമേ ഉള്ളൂ എന്നും 4 ജന്മങ്ങളിൽ അവരുടെ പുത്രനായി ഭഗവാൻ അവതരിക്കുമെന്നും അപ്പോഴെല്ലാം ബ്രഹ്മദേവൻ നൽകിയ ഇതേ വിഗ്രഹം ആരാധിക്കാനുള്ള സൗഭാഗ്യം ലഭിക്കുമെന്നും അനുഗ്രഹം നൽകി. ആദ്യം ഭഗവാൻ സുതപസിന്റെയും വൃഷ്ണിയുടെയും പുത്രനായി വൃഷ്ണിഗർഭനായി അവതരിച്ചു. അതിനുശേഷം കശ്യപ പ്രജാപതിയുടെയും അതിഥി ദേവിയുടെയും പുത്രനായി വാമനനായി അവതരിച്ചു. പിന്നീട് ത്രേതായുഗത്തിൽ ദശരഥ രാജാവിന്റെയും കൗസല്യാദേവിയുടെയും പുത്രനായി ശ്രീരാമസ്വാമി അവതരിച്ചു. ദ്വാപരയുഗത്തിൽ ഭഗവാൻ സ്വയം വസുദേവരുടെയും ദേവകി അമ്മയുടെയും പുത്രനായി അവതരിച്ചു. ഭഗവാൻ ദ്വാരകയിലുണ്ടായിരുന്നപ്പോൾ ഈ വിഗ്രഹം സ്വയം സംരക്ഷിക്കുകയും ആരാധിക്കുകയും ചെയ്തു. ഭൗമലീല അവസാനിക്കുന്ന സമയത്ത് ഈ വിഗ്രഹം പ്രതിഷ്ഠിക്കുന്നതിനായി ദേവഗുരുവായ ബൃഹസ്പതിയെ ഏൽപ്പിക്കുവാൻ പ്രിയ ഭക്തനായ ഉദ്ധവർക്ക് നിർദ്ദേശം നൽകി. എന്നാൽ ബൃഹസ്പതി എത്തുമ്പോഴേക്കും ദ്വാരക സമുദ്രത്തിനടിയിലായിരുന്നു. എന്നാൽ ആ വിഗ്രഹം തിരമാലകൾക്കിടയിൽ പൊങ്ങിക്കിടന്നിരുന്നു. വായുദേവന്റെ സഹായത്തോടെ ഈ വിഗ്രഹം വീണ്ടെടുക്കുകയും ചെയ്തു. വിഗ്രഹം പ്രതിഷ്ഠിക്കാൻ അനുയോജ്യമായ സ്ഥലം ഭൂമി മുഴുവൻ അന്വേഷിച്ച് ആകാശമാർഗേന സഞ്ചരിച്ച അവർ അതിമനോഹരമായ താമരപ്പൊയ്ക്ക് കാണുകയും അവിടെ മഹാദേവന്റെ സാന്നിധ്യം മനസ്സിലാക്കി ഉടൻ അവിടെ മഹാദേവൻ പ്രത്യക്ഷപ്പെട്ട് ആ സ്ഥലത്തിന്റെ മാഹാത്മ്യം അവർക്ക് പറഞ്ഞു നൽകി. ഭഗവാന്റെ പ്രിയ ഭക്തരായ പ്രജേതസ്സുകൾ നാരായണന്റെ ദർശനത്തിനായി ഇവിടെ രുദ്രതീർത്ഥത്തിൽ തപസ് അനുഷ്ഠിച്ചിരുന്നു. മഹാദേവൻ പ്രത്യക്ഷപ്പെട്ട് അവരുടെ ആവശ്യം ചോദിച്ചറിഞ്ഞ ശേഷം അവർക്ക് അതിരഹസ്യമായ രുദ്രഗീതം ഉപദേശിച്ചു കൊടുത്തു. രുദ്രഗീതം ജപിച്ച് വീണ്ടും 10,000 വർഷം തപസ് അനുഷ്ഠിക്കുകയും ഒടുവിൽ അവർക്ക് നാരായണന്റെ ദർശനം ലഭിക്കുകയും ചെയ്തു. ഇതേ സ്ഥലത്ത് പിന്നീട് മഹാദേവൻ തപസ് അനുഷ്ഠിച്ചിരുന്നു. ഇത്രയും പരിശുദ്ധമായ ഈ മണ്ണ് തന്നെയാണ് ഈ വിഗ്രഹം പ്രതിഷ്ഠിക്കാൻ ഏറ്റവും അനുയോജ്യമെന്നും കലിയുഗത്തിൽ ഇവിടം ഭക്തർക്ക് അഭയകേന്ദ്രമാകുമെന്നും രുദ്രതീർത്ഥത്തിന് മറുവശത്ത് മഹാദേവൻ പാർവതീ ദേവിയോടൊപ്പം സ്വയംഭൂവായി കുടികൊള്ളുവെന്നും അറിയിച്ചു. അങ്ങനെ ആ സ്ഥലത്ത് ദേവശില്പിയായ വിശ്വകർമാവ് സ്വയം നിർമ്മിച്ച ക്ഷേത്രത്തിൽ ബൃഹസ്പതിയും വായുദേവനും, അതായത് ഗുരുവും വായുവും ചേർന്ന് പ്രതിഷ്ഠിച്ചതിനാൽ ഗുരുവായൂർ എന്നു പേര് വന്നു. മഹാദേവൻ മാറിവന്ന ക്ഷേത്രം മമ്മിയൂർ എന്നും അറിയപ്പെട്ടു. ക്ഷേത്രത്തിൽ ഇതിനോടകം പല പുനരുദ്ധാരണ പ്രവർത്തനങ്ങളും നടന്നിട്ടുണ്ട്. 1879 ടിപ്പു സുൽത്താന്റെ പടയോട്ട സമയത്ത് ഒരുപാട് ക്ഷേത്രങ്ങൾ തകർക്കപ്പെട്ടു. കലിയുഗത്തിൽ ഭഗവാൻ വിഗ്രഹരൂപത്തിൽ അവതരിക്കുന്നത് നമുക്ക് ഭഗവാന്റെ സേവനം ചെയ്യുന്നതിനുള്ള അവസരം നൽകുന്നതിന് വേണ്ടിയാണെന്ന് ഉറച്ചു വിശ്വസിച്ചിരുന്ന ഭഗവാന്റെ പ്രിയപ്പെട്ട ഭക്തർ മൂലവിഗ്രഹവും ശീവേലി തടമ്പും അമ്പലപ്പുഴ ക്ഷേത്രത്തിലേക്ക് മാറ്റുകയും അവിടെ ക്ഷേത്രത്തിന് തെക്ക് ഭാഗത്ത് തീർത്ത ശ്രീകോവിലിൽ ഭഗവാനെ പ്രതിഷ്ഠിക്കുകയും അതിനോട് ചേർന്ന തിടപ്പള്ളിയും കിണറും സ്ഥാപിക്കുകയും ചെയ്തു. ഇതേ സമയത്ത്
ടിപ്പു സുൽത്താൻ ക്ഷേത്രത്തിനു ചുറ്റുമുള്ള കോവിലുകൾ നശിപ്പിക്കുകയും ക്ഷേത്രത്തിന് തീ വയ്ക്കാൻ ശ്രമിച്ചെങ്കിലും പെട്ടെന്നുണ്ടായ ഇടിമിന്നലും മഴയും മൂലം ക്ഷേത്രം തകർക്കാൻ സാധിച്ചില്ല. ദുർനിമിത്തങ്ങൾ കണ്ട് ഭയപ്പെട്ട ടിപ്പു സുൽത്താൻ ഗുരുവായൂരപ്പന് ചില സമർപ്പണങ്ങൾ നടത്തുകയും ചെയ്തു. ഗുരുവായൂരപ്പൻ അമ്പലപ്പുഴയിൽ ഇരിക്കുന്ന സമയത്ത് രണ്ടും ഒരാളാണെങ്കിലും ഗുരുവായൂരപ്പനും അമ്പലപ്പുഴ കണ്ണനും തമ്മിലുണ്ടായിരുന്ന ചില രസകരങ്ങളായ സംഭവങ്ങൾ കൊട്ടാരത്തിൽ ശങ്കുണ്ണി ചില ഈശ്വരന്മാരുടെ പിണക്കങ്ങൾ എന്ന പേരിൽ ഐതിഹ്യമാല എന്ന കൃതിയിൽ എഴുതിയിട്ടുണ്ട്. ഇങ്ങനെയുള്ള ചില പ്രശ്നങ്ങൾ മൂലം ഗുരുവായൂരപ്പനെ മാവേലിക്കരയിലുള്ള എണ്ണക്കാട്ട് കൊട്ടാരത്തിലേക്ക് മാറ്റുകയുണ്ടായി. 1792 ഗുരുവായൂരപ്പന്റെ വിഗ്രഹം വീണ്ടും ഗുരുവായൂരിൽ പുനഃപ്രതിഷ്ഠിച്ചത്. കുംഭമാസത്തിലെ പൂയം നാളിൽ നടക്കുന്ന ഗുരുവായൂർ ഉത്സവം കൊടിയേറുന്നത് ആനയോട്ടത്തോടെയാണ്. ഗുരുവായൂർ അമ്പലത്തിൽ ആനകളില്ലാതിരുന്ന കാലത്ത് ഉത്സവത്തിന് തൃക്കണ്ണാമതിലകം ക്ഷേത്രത്തിൽ നിന്നുമാണ് ആനകളെ കൊണ്ടുവന്നിരുന്നത്. എന്നാൽ ഒരു തവണ ക്ഷേത്രം ഭാരവാഹികൾ ആനകളെ വിട്ടു നൽകാൻ തയ്യാറായില്ല. എന്നാൽ ഉത്സവം കൊടിയേറുന്ന ദിവസം ഉച്ച കഴിഞ്ഞപ്പോഴേക്കും ഒരു കൂട്ടം ആനകൾ തൃക്കണ്ണാമതിലകത്തു നിന്നും ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് ഓടിയെത്തിയതിൻ്റെ ഓർമ്മയ്ക്കായാണ് ആനയോട്ടം നടക്കുന്നത്. ഗുരുവായൂർ അമ്പലത്തിലെ വിശേഷ ദിവസമാണ് ഗുരുവായൂർ ഏകാദശി. ഇത് വൃശ്ചിക മാസത്തിലെ ശുക്ലപക്ഷ ഏകാദശിയാണ്. അന്നേ ദിവസമാണ് ഗുരുവായൂർ അമ്പലത്തിലെ പ്രതിഷ്ഠാ ദിനാഘോഷവും നടക്കുന്നത്. ഭഗവാൻ കുരുക്ഷേത്രത്തിൽ വെച്ച് അർജുനന് ഗീതോപദേശം നൽകിയത് ഇതേ ദിവസത്തിലാണ്. ഗുരുവായൂർ അമ്പലത്തിലെ പ്രധാന കലാരൂപമാണ് കൃഷ്ണനാട്ടം. ഭഗവാന്റെ ലീലകൾ 8 കഥകളിലായി അവതരിപ്പിക്കുന്നു. കൃഷ്ണനാട്ടത്തിൽ നിന്ന് രാമനാട്ടവും രാമനാട്ടത്തിൽ നിന്ന് കേരളത്തിൻ്റെ തനത് കലാരൂപമായ കഥകളിയും ഉടലെടുത്തു. ഗുരുവായൂരപ്പൻ്റെ പ്രിയപ്പെട്ട ഭക്തരെ കുറിച്ച് പറയാതെ ഗുരുവായൂർ അമ്പലത്തെപ്പറ്റി പറയാനാകില്ല. 500 വർഷം മുമ്പ് ജീവിച്ചിരുന്ന പൂന്താനം, കുറൂരമ്മ, മേൽപ്പത്തൂർ, വില്വമംഗലം സ്വാമികൾ, മഞ്ജുള ദേവി തുടങ്ങിയ പരിശുദ്ധ ഭക്തരിലൂടെ പരിശുദ്ധ ഭക്തി എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കി തന്നു. പൂന്താനത്തിൻ്റെ ജ്ഞാനപ്പാനയും മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാടിൻ്റെ നാരായണീയവും ഭക്തി തത്വങ്ങൾ മനസ്സിലാക്കി ജീവിതത്തിൽ ആചരിക്കുന്നതിനായി ഗുരുവായൂരപ്പൻ തൻ്റെ പ്രിയപ്പെട്ട ഭക്തരിലൂടെ നമുക്കെല്ലാവർക്കും ഇനി വരാനിരിക്കുന്നവർക്കും വേണ്ടി സമ്മാനിച്ച നിധിയാണ്. ഗുരുവായൂർ ക്ഷേത്ര മാഹാത്മ്യം വർണ്ണിച്ചു തീർക്കാൻ കഴിയുന്നതല്ല, ഒരിക്കലും അവസാനിക്കുന്നതുമല്ല. അത് കാലാതീതമായി തുടരുകയും ചെയ്യും.